നമസ്കാരം. കേരളത്തിലെ മുൻഗണനാ വിഭാഗം BPL റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട അർഹതാ മാനദണ്ഡങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമാണ് മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള കഠിനമായിട്ടുള്ള നിബന്ധനകൾ കാരണം യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന പല പാവപ്പെട്ട കുടുംബങ്ങളും മുൻഗണനാ പട്ടികയ്ക്ക് പുറത്തു പോകുന്നുവെന്നുള്ള ആക്ഷേപം ശക്തമായ സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ ഇളവുകൾ വരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. കേവലം കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള ഒരു രേഖ എന്നതിനപ്പുറം BPL റേഷൻ കാർഡ് എന്നത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിവിധ സ്കോളർഷിപ്പുകളൊക്കെ തന്നെ നേടുന്നതിനും മറ്റ് അനവധി സർക്കാർ ധനസഹായങ്ങൾ കൈപ്പറ്റുന്നതിനുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ അർഹത നിശ്ചയിക്കുന്നതിനുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അവ നിലവിൽ വരുന്നത് വഴി സമൂഹത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങളുടെ പൊതുവായ ജീവിത സാഹചര്യങ്ങളിലും ഭൗതിക സാഹചര്യങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള പുരോഗതിയും മാറ്റങ്ങളുമൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്ന വസ്തുത നാം ആദ്യമേ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 10-20 വർഷം മുൻപ് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമീണ കുടുംബത്തിനുണ്ടായിരുന്ന സാമ്പത്തിക ശേഷിയോ ജീവിത നിലവാരമോ അല്ല ഇന്ന് പൊതുവെ കണ്ടുവരുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും തിരിച്ചറിയുന്നുണ്ട്. മുൻകാലങ്ങളിൽ BPL ലിസ്റ്റ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ അളവുകോലുകളൊക്കെ തന്നെ വെച്ച് ഇന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് പ്രായോഗികമല്ല എന്ന തിരിച്ചറിവാണ് പുതിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ വഴി തുറന്നത്. ഉദാഹരണത്തിന്, സ്വന്തമായിട്ട് ഒരു നല്ല വീടുണ്ട് എന്നതോ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു കാറുണ്ട് എന്നതോ മാത്രം നോക്കി ഒരു കുടുംബം ഇന്ന് സാമ്പത്തികമായി വലിയ സമ്പന്നരാണെന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിധി മാറിയ സാഹചര്യത്തിൽ നിലവിലുള്ള കഠിനമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ കാലാനുസൃതമായിട്ട് പുതുക്കണമെന്ന ആവശ്യം വിവിധ ജനപ്രതിനിധികളിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരന്തരമായിട്ട് ഉയർന്നതിനെ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ പുതിയ പഠനങ്ങൾക്ക് മുതിരുന്നത്. നിലവിലുള്ള റേഷൻ കാർഡ് തരംതിരിക്കൽ സംവിധാന പ്രകാരം ഒരു അപേക്ഷകന്റെ സാമ്പത്തിക ഭദ്രതയും അതോടൊപ്പം തന്നെ അർഹതയും നിർണ്ണയിക്കുമ്പോൾ സർക്കാർ ഒരൊറ്റ ഘടകത്തെ മാത്രം ആശ്രയിച്ചല്ല അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം, അതേപോലെ തന്നെ താമസിക്കുന്ന വീടിൻ്റെ ആകെ വിസ്തീർണം, സ്വന്തം പേരിൽ കൈവശമുള്ള ഭൂമിയുടെയൊക്കെ അളവ്, വീട്ടിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വിവരം, കുടുംബാംഗങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം എന്നിവയെല്ലാം തന്നെ സമഗ്രമായിട്ട് പരിശോധിക്കാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഇളവ് ലഭിച്ചതുകൊണ്ട് ഒരു കുടുംബത്തിന് പെട്ടെന്ന് BPL കാർഡുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഘടകത്തിൽ ചെറിയൊരു വർധനവ് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു അർഹതപ്പെട്ട കുടുംബത്തെ ലിസ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കുകയോ ചെയ്യാറ്. എല്ലാ മാനദണ്ഡങ്ങളുമൊക്കെ തന്നെ ഒന്നിച്ച് ചേർത്ത് വെച്ചുള്ള വളരെ കൃത്യമായ ഒരു മാർക്കിംഗ് സംവിധാനത്തിലൂടെയോ സമഗ്രമായ പരിശോധനയിലൂടെ മാത്രമാണ് ഓരോ അപേക്ഷയിലുമുള്ള അന്തിമ തീർപ്പ് സിവിൽ സപ്ലൈസ് അധികൃതർ കൽപ്പിക്കാറുള്ളത്. പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംശയങ്ങൾക്കും ചർച്ചകൾക്കും വഴിതെളിക്കുന്ന പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്ന് വീടിൻ്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ നിയമപ്രകാരം ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള വിസ്താരമുള്ള വലിയ വീടുകൾ ഉള്ളവർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് BPL വിഭാഗത്തിൽ ഉൾപ്പെടാൻ വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ സർക്കാർ തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഈ വിസ്തീർണ പരിധി ഗണ്യമായി വർദ്ധിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഏകദേശം 1200 മുതൽ 1300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വിസ്തീർണമുള്ള വീടുകൾ അത്തരം കുടുംബങ്ങൾക്കും അവരുടെ മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ പരിമിതമാണെങ്കിൽ മുൻഗണനാ കാർഡിനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം ഒരുപക്ഷെ ഒരുങ്ങിയേക്കും. എങ്കിലും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ഉത്തരവുകളോ വിജ്ഞാപനങ്ങളോ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ലാത്തതിനാൽ തന്നെ നിലവിൽ ഇത് ചർച്ചകളുടെ ഘട്ടത്തിൽ മാത്രമാണ് ഉള്ളത്. ഈ വിഷയത്തെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രായോഗിക ഉദാഹരണം എടുത്ത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു സാധാരണ പ്രവാസി തൊഴിലാളിയോ കർഷകനോ വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ലഭിച്ച വരുമാനവും ബാങ്ക് വായ്പകളും ഉപയോഗിച്ച് അക്കാലത്തെ കുറഞ്ഞ നിർമ്മാണ ചെലവിൽ ഒരു വീട് പണിതുവെന്ന് കരുതുക. പിൽക്കാലത്ത് കുടുംബത്തിലെ അംഗസംഖ്യ വർദ്ധിച്ചതുകൊണ്ടോ മറ്റോ വീടിൻ്റെ ചെറിയ കൂട്ടിച്ചേരലുകളൊക്കെ തന്നെ വരുത്തിയപ്പോൾ അതിൻ്റെ ആകെ വിസ്തീർണം പഴയ നിയമപ്രകാരമുള്ള പരിധിയേക്കാൾ അല്പം കൂടിപ്പോയിട്ടുണ്ടാകും. എന്നാൽ ഈ കാലയളവിൽ ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് അടയുകയോ ഗൃഹനാഥന് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വലിയ കടബാധ്യതകൾ വരികയോ ചെയ്തിട്ടുണ്ടാകും. കുട്ടികളുടെ ഉയർന്ന പഠന ചെലവുകളും പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സാ ചെലവുകളും കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇത്തരം കുടുംബങ്ങളെ വീടിൻ്റെ വലിപ്പം മാത്രം നോക്കി BPL പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്നത് അന്യായമാണ് എന്ന പൊതു അഭിപ്രായം കണക്കിലെടുത്താണ് സർക്കാർ ഇപ്പോൾ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. വീടിൻ്റെ വിസ്തീർണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള 4 ചക്ര വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്വന്തമായി ഒരു കാറുള്ള കുടുംബങ്ങളെ മുഴുവൻ സമ്പന്നരുടെ പട്ടികയിൽപ്പെടുത്തി BPL കാർഡിന് അർഹരല്ലെന്ന് വിധിക്കുന്ന രീതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത്.
എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ കാർ സ്വന്തമാക്കുക എന്നത് പണ്ടത്തെ പോലെ വലിയൊരു ആഡംബരമല്ല, മറിച്ച് പ്രായമായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും കുട്ടികളുടെ യാത്രകൾക്കും ആവശ്യമായ ഒന്നാണ്. ബാങ്കുകളുടെ ആകർഷകമായിട്ടുള്ള വായ്പാ പദ്ധതികളും സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയുടെയൊക്കെ തന്നെ വളർച്ചയും കാരണം പല സാധാരണ കുടുംബങ്ങളും ബുദ്ധിമുട്ടുകൾ സഹിച്ചും ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ വാങ്ങാറുണ്ട്. ഈ സാഹചര്യം പരിഗണിച്ച് ചെറിയ എഞ്ചിൻ ശേഷിയുള്ള, അതായത് 1000 cc താഴെയുള്ള കാറുകളുള്ള കുടുംബങ്ങൾക്ക് BPL അർഹതയിൽ പ്രത്യേക ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസ്ഥാന ഭരണകൂടം ആലോചിക്കുന്നത്. വാഹനങ്ങൾക്കും വീടുകൾക്കും പുറമെ ഒരു കുടുംബത്തിൻ്റെ കൈവശമുള്ള ഭൂമിയുടെ അളവും അതിൻ്റെ സ്വഭാവവും BPL ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ വലിയൊരു ഘടകമായി മാറാറുണ്ട്. മുൻപ് നിശ്ചിത സെന്റിൽ കൂടുതൽ ഭൂമിയുള്ളവർക്ക് സാമ്പത്തിക അവസ്ഥ പരിഗണിക്കാതെ തന്നെ മുൻഗണനാ കാർഡുകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂമി കൈവശമുണ്ടെന്നതുകൊണ്ട് മാത്രം ഒരു കുടുംബത്തിന് വരുമാനമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിന്മേലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പാരമ്പര്യമായി ലഭിച്ച ഭൂമി കൈവശമുണ്ടെങ്കിലും അത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പാറപ്രദേശങ്ങളോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള തർക്കങ്ങളിൽ പെട്ടുകിടക്കുന്നവയോ അല്ലെങ്കിൽ യാതൊരുവിധ വരുമാനവും തരാത്ത തരിശുഭൂമികളോ ആയതുകൊണ്ട് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരുമാനമില്ലാത്ത ഉപയോഗശൂന്യമായ ഭൂമിയുടെ കാര്യത്തിൽ പ്രത്യേക മാനദണ്ഡങ്ങളും ഇളവുകളും കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ ഗൗരവമായിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റും പ്രചരിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വാർത്തകളും പോസ്റ്റുകളും ഒക്കെ തന്നെ അതിൽ വിശ്വസിച്ചുകൊണ്ട് ആകെ ധൃതി പിടിച്ച് ആരും ഇപ്പോൾ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കരുത്. കാരണം ഇവയെല്ലാം സർക്കാരിൻ്റെ സജീവമായിട്ടുള്ള പരിഗണനയിലിരിക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ്. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കൃത്യമായ ഔദ്യോഗിക വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രം ഇവയ്ക്ക് നിയമപരമായിട്ടുള്ള പ്രാബല്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള അനാവശ്യമായ ആശയക്കുഴപ്പങ്ങളും നെട്ടോട്ടങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങളുടെ വീടിൻ്റെയും ഭൂമിയുടെയും ഔദ്യോഗിക രേഖകൾ, ഏറ്റവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ്, വാഹനങ്ങളുടെ RC ബുക്ക് വിവരങ്ങൾ, ആധാർ കാർഡ്, നിലവിലെ റേഷൻ കാർഡ് എന്നിവ കൃത്യമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. കാരണം സർക്കാർ പുതിയ അപേക്ഷകൾ ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കുന്ന മുറയ്ക്ക് ഈ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് പോർട്ടൽ വഴിയോ കൃത്യമായി അപേക്ഷ വയ്ക്കാനായിട്ട് എല്ലാ പൊതുജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.